ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിയ ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഗർഭകാലത്ത് ശ്വാസം മുട്ടൽ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നും ഇതുകൊണ്ട് കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ഇത് എങ്ങനെ കെയർ ചെയ്യണമെന്നതിനെക്കുറിച്ചുമാണ്. വീഡിയോയിലേക്ക് പോകും മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പ്രഗ്നൻസിയിൽ ധാരാളം പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഗ്യാസിന്റെ പ്രശ്നം, കോൺസ്റ്റിപ്പേഷൻ, വോമിറ്റിംഗ്, മനം പുരട്ടൽ, തലച്ചുറ്റൽ, തലക്കറക്കം, ഇതുപോലെ ഒരു പ്രശ്നം തന്നെയാണ് ശ്വാസമുട്ടലും. റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ 70 മുതൽ 80% ഗർഭിണികളിലും ശ്വാസമുട്ടൽ അനുഭവപ്പെടാറുണ്ട്. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം നമ്മുടെ ഗർഭകാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കുഞ്ഞ് വളരുന്നു. അതിനാൽ തന്നെ യൂട്രസിന്റെ സൈസും വലുതാകുന്നു. കുഞ്ഞ് ആദ്യ മാസങ്ങളിൽ താഴെയായിരുന്നത് വളരുന്നതിനനുസരിച്ച് മുകളിലേക്ക് വരുന്നു. അങ്ങനെ ഡയഫ്രം വരെ എത്തുന്നു. ഈ കാരണത്താൽ തന്നെ ലങ്സിന് പ്രഷർ ഉണ്ടാകുന്നു. അങ്ങനെ ശ്വാസം വലിക്കാനായിട്ട് പ്രോബ്ലംസ് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ശ്വാസമുട്ടൽ തോന്നുന്നത്. രണ്ടാമത്തെ കാരണം ഗർഭകാലത്ത് വെയിറ്റ് കൂടുന്നതാണ്. വെയിറ്റ് കൂടുന്നതിന്റെ കാരണത്താലും ലങ്സിൽ പ്രഷർ അനുഭവപ്പെടും. ഈ കാരണത്താലും ശ്വാസമുട്ടൽ തോന്നാം. മൂന്നാമത്തെ കാരണം പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന പ്രൊജസ്ട്രോൺ ഹോർമോൺ ലെവൽ കൂടുന്നതിനാൽ ഇത് ഡയറക്റ്റ് ബ്രീത്തിങ് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്നു. ഈ കാരണത്താലും ശ്വാസമുട്ടൽ അനുഭവപ്പെടാം. ഇതിന് പുറമെ നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമുള്ളതിൽ കൂടുതലായി എക്സസൈസ് ചെയ്യുന്നതും അധികമായി ജോലികൾ ചെയ്യുന്നതും വെയിറ്റ് എടുക്കുന്നതും കൂടുതൽ ദൂരം നടന്നാലും കൂടുതൽ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോഴും ബോഡിക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു. ഈ കാരണത്താലും ശ്വാസമുട്ടൽ തോന്നാം. ഇനി ഗർഭകാലത്ത് വെള്ളം കൂടി കുറഞ്ഞാലും ശ്വാസമുട്ടൽ തോന്നാം. കാരണം പ്രഗ്നൻസിയിൽ ശരീരത്തിൽ വെള്ളത്തിന്റെ ആവശ്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഗർഭകാലത്ത് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായാലും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനെ കുറിച്ചാണ് ചിന്തിക്കാറുള്ളത്. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നതിന്റെ കാരണത്താൽ കുഞ്ഞിന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമോ എന്നാണ് നമ്മൾ കൂടുതലായിട്ടും അന്വേഷിക്കുന്നത്. അതിനാൽ തന്നെ പറയട്ടെ, നിങ്ങൾക്ക് അല്പസമയത്തേക്ക് ശ്വാസം മുട്ടൽ തോന്നിയാൽ കുഞ്ഞിന് ഒന്നും തന്നെ സംഭവിക്കില്ല. കാരണം നിങ്ങളുടെ കുഞ്ഞ് ഗർഭാശയത്തിനുള്ളിൽ സേഫാണ്. ഇനി ശ്വാസം മുട്ടൽ ഉണ്ടാകുമ്പോൾ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. നിങ്ങൾക്ക് ശ്വാസം മുട്ടുമ്പോൾ സ്വാഭാവികമായും ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടും. അതിനാൽ തന്നെ നിങ്ങൾക്ക് ശ്വാസം മുട്ടൽ തോന്നുമ്പോൾ ഫാൻ, AC അല്ലെങ്കിൽ കൂളർ ഇവ ഏതാണോ ഉള്ളത് അത് ഓൺ ചെയ്ത് അല്പസമയത്തേക്ക് അതിന്റെ മുന്നിൽ ഇരിക്കുക. അല്ലെങ്കിൽ നല്ല കാറ്റ് കിട്ടുന്ന ഭാഗത്തേക്ക് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് എപ്പോഴും കറണ്ട് ഉണ്ടാകണമെന്നില്ല. അതിനാൽ നല്ല രീതിയിൽ കാറ്റ് കിട്ടുന്ന രീതിയിൽ ഇരുന്ന ശേഷം ലോങ് ബ്രീത്തിങ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ബ്രീത്തിങ് യോഗ ചെയ്യാം. യോഗയിൽ അൻലോം വിലോം ചെയ്താൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു ബ്രീത്തിങ്ങിന്റെ ഇഷ്യൂ മാറിക്കിട്ടുന്നതാണ്. ഈ ഒരു കാര്യം ചെയ്യുന്നത് വഴി ശ്വാസം മുട്ടൽ കൺട്രോൾ ചെയ്യാം. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ശ്വാസം മുട്ടൽ തോന്നുന്നത് എങ്കിൽ റെസ്റ്റ് എടുക്കുക. കുറച്ച് സമയത്തേക്ക് ലെഫ്റ്റ് സൈഡ് ചരിഞ്ഞ് കിടക്കുന്നതും നല്ലതാണ്. ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞ് കിടക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഓക്സിജൻ സപ്ലൈ കൂടുന്നു. ഇതുകൊണ്ടാണ് നിങ്ങളോട് ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞ് കിടന്ന് ഉറങ്ങാനായിട്ട് പറയുന്നത്. ശരീരത്തിൽ ഓക്സിജൻ സപ്ലൈ കൂടുതൽ കിട്ടാനും അതുവഴി കുഞ്ഞിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടാനും സഹായിക്കുന്നു. അതുപോലെ ടെൻഷൻ ഫ്രീ ആയിരിക്കുക. പോഷകങ്ങൾ അടങ്ങിയ ഡയറ്റ് ഫോളോ ചെയ്യുക. ചായയും കോഫിയും ഉപയോഗിക്കുന്നത് കുറയ്ക്കുകയും വേണം. ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്ന മെഡിസിൻസ് കൃത്യമായിട്ട് കഴിക്കുക. അതുപോലെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ ശ്വാസം മുട്ടൽ കുറയാൻ സഹായിക്കുന്നതും ഈ ഒരു വെള്ളം നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ട് എത്തുമ്പോഴാണ്. അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഗർഭകാലത്ത് ശ്വാസം മുട്ടൽ ഉണ്ടാകുന്നതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും